ഭാരതമെങ്ങും ഗണേശോത്സവ ആഘോഷ തിമിർപ്പിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗണേശോത്സവ പന്തലുകൾ നഗരത്തിന് മാറ്റുകൂട്ടുന്നു. എന്നാൽ വ്യത്യസ്തമായൊരു ഗണേശോത്സവ പന്തലിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഭാരതത്തിന്റെ കരുത്തറിയിച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ മഹാത്മ്യം വിളിച്ചോതുന്ന പന്തലാണ് പൂനെയിൽ ഒരുക്കിയിട്ടുള്ളത്. സായുധ സേനയുടെ ധൈര്യവും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേണൽ സോഫിയ ഖുറേഷിയുടെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെയും മാതൃകാ രൂപങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച നേതൃത്വവും ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ വീരസൈനികരുടെ ത്യാഗം ഇന്ന് ഓരോ ഭാരതീയരുടെയും ഹൃദയത്തിൽ അഭിമാനവും ആത്മവിശ്വാസവും നിറയ്ക്കുന്നു. ജനങ്ങളിൽ ദേശസ്നേഹവും അഭിമാനവും വളർത്താനാണ് ഇത്തവണത്തെ ഗണേശോത്സവ പന്തൽ ഒരുക്കിയത്. हर एक भारतीय के मन में ऑपरेशन सिंदूर का बहुत अच्छा प्रभाव मिला है. हमारे पंतप्रधान नरेंद्र मोदी जी ने एक अच्छा ऑपरेशन हमारे देश के लिए समर्पित किया है. इसका बहुत गर्व है मुझे. एक हिंदू होने के कारण मुझे ये हमारे बापा के लिए ऐसा मन में आया कि ये ऑपरेशन सिंदूर मैं दिखा सकती हूँ. ऑपरेशन सिंदूर भारत की नई सैन्य सोच और आत्मविश्वास का प्रतीक है. पहलगाम हमले का जवाब हमारी सेना ने सटीक और संयमित कार्रवाई से दिया. सिर्फ 23 मिनट में 9 आतंकी ठिकाने को पूरी तरह से उद्ध्वस्त कर दिए गए. यह साफ संदेश है कि भारत अब आतंक को उनकी जमीन पर जाकर कुचलने की ताकत रखता है. हमारी सेना की यह सफलता आत्मनिर्भर भारत की शक्ति और देश को मजबूत इच्छा शक्ति को दर्शाती है. नया भारत अब आतंकवाद बर्दाश्त नहीं करेगा. जय हिंद. ആരാധകരും സന്ദർശകരും ദേശസ്നേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ പ്രത്യേക പന്തലിന് മുന്നിൽ തിരക്കുമേറുകയാണ്. പൂനെയിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ദേശസ്നേഹത്തിന്റെ നിറം പകർന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പന്തൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും തരംഗമാവുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.